ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 71-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ഏകസപ്തതി ശ്ലോകഃ. വിഹായ കാമാന്യഃ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തിമധിഗച്ഛതി. ഏതൊരു പുരുഷനാണോ എല്ലാ കാമങ്ങളെയും വിടിഞ്ഞ് ഒന്നിലും ആഗ്രഹമില്ലാത്തവനായിട്ടും മമതാബുദ്ധിയും അഹന്തയും ഇല്ലാത്തവനുമായിട്ടും ഈ ലോകത്തിൽ വർത്തിക്കുന്നത്, അവൻ മാത്രമേ ശാന്തിയെ പ്രാപിക്കുന്നുള്ളൂ. നാമത്തിലേക്ക് വരാം. നാമം 513. കാകിനി രൂപധാരിണി. കാകിനി എന്ന വാക്കിന് കവടി, രുദ്രാക്ഷം, തപസ്സിൻ്റെ ഒരവസ്ഥ, ഒരു മുഴം, 64 ദിവ്യ ഔഷധികളിൽ ഒന്ന്, 14 ദിവ്യരത്നങ്ങളിൽ ഒന്ന്, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. കാക്ക എന്ന വാക്കിന് കാക്ക, നെറ്റിക്കുറി എന്നൊക്കെ അർത്ഥങ്ങളാണ്. അപ്പോൾ മേധസ്സിനെ പുഷ്ടിപ്പെടുത്തുന്ന ഔഷധീ രൂപം കൈക്കൊണ്ടവളാണ് ദേവി എന്നൊരർത്ഥം ഇതിലുണ്ട്. ഒരളവിൻ്റെ ആകെ തുകയാണ് ദേവി എന്നൊരർത്ഥവുമുണ്ട്. മേധസ് എന്ന ധാതുവിസ്താരത്തിൻ്റെ പര്യവസാനം കൂടെയാണ് ഈ നാമം. ഇവിടെ കവടി എന്ന അർത്ഥത്തിന് ശരീരത്തിന് സംരക്ഷണവും സൗന്ദര്യവും നൽകുന്ന ശക്തി സ്വരൂപമായിട്ട് ഭാവങ്ങളുടെ പൂർണ്ണതയായിട്ട് ഉൾക്കൊള്ളണം. ശരീരത്തിൻ്റെ ഓരോ ധാതുവും എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്ന് ഈ നാമങ്ങളിലൂടെ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നതെന്നറിയാമോ? വൈദിക ഭാഷയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ സ്വാധിഷ്ഠാന പദ്മത്തിൻ്റെ മധ്യഭാഗവും അതിൻ്റെ വിത്തും കാകിനിയാണ്. അതാണ് അർത്ഥത്തിൽ രുദ്രാക്ഷം എന്ന പരാമർശം വന്നത്. അക്ഷരവർഗങ്ങളിൽ ബ, ഭ, മ, യ, ര, ല എന്നീ അക്ഷരവർഗങ്ങളുടെ ചട്ടക്കൂടാണ് കാകിനി. ആയതനത്തെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത് മൂലമാണ് കാകിനി ദേവിക്ക് സ്വാധിഷ്ഠാനത്തിൽ സ്ഥിതയാകുവാൻ കഴിയുന്നത്. ആയതനത്തെ ഉപാസിക്കുന്ന ഏതൊന്നിനും സ്വാധിഷ്ഠാനത്തിൽ നിലകൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ആയതനം എന്നല്ലേ? അത് ഛാന്തോഗ്യോപനിഷത്തിലെ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. ബ്രഹ്മണഃ സൗമ്യതേ പാദം ബ്രവാണീതി ബ്രവീതു മേ ഭവനിതി തസ്മൈ ഹോവാച പ്രാണഃ കലാചക്ഷുഃ കലാശ്രോത്രം കലാമനഃ കലാ യേശ വൈ സൗമ്യ ചതുഷ്കലഃ പാദോ ബ്രഹ്മണായതനവാൻ നാമ. അതായത്, അല്ലയോ സൗമ്യ, അങ്ങേക്ക് ഞാൻ ബ്രഹ്മത്തിൻ്റെ ഒരു പാദം പറഞ്ഞു തരട്ടെ. ഭവാൻ പറഞ്ഞു തന്നാലും. അങ്ങനെ പറഞ്ഞു തുടങ്ങി. പ്രാണൻ, ചക്ഷുസ്, കേൾവി, മനസ്സ് എന്നിവ കലകളാണ്. ഈ 4 കലകളുള്ള ബ്രഹ്മത്തിൻ്റെ പാദത്തിനെയാണ് ആയതനം എന്ന് പറയുന്നത്. അപ്പോൾ ആയതനം എന്നാൽ ഒരർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ്. ഇനി ഈ ശ്ലോകത്തിൻ്റെ വക്താവ് ആരാണെന്നറിയാമോ? ഒരു കുളക്കോഴിയാണ്. അതിൻ്റെ ഭോക്താവോ സത്യകാമൻ എന്ന മനുഷ്യനുമാണ്. അതാണ് ഈ ഉപനിഷത്തിൻ്റെ രസകരമായിട്ടുള്ള വസ്തുത. കുളക്കോഴി മനുഷ്യനിലുള്ള ബ്രഹ്മത്തിൻ്റെ ഒരു പാദത്തെയാണ് സത്യകാമന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ ജ്ഞാനം സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണെന്ന് നോക്കും? ഒരു കുളക്കോഴിയിൽ നിന്ന്. ജ്ഞാനസമ്പാദനത്തിന് ഉച്ചനീചത്വങ്ങളോ പക്ഷിമൃഗാദികളോ അങ്ങനെ ഒന്നും തന്നെ ഭേദമില്ല. ഭേദമുള്ളതാവട്ടെ ജ്ഞാനാജ്ഞാനങ്ങൾക്ക് മാത്രമാണ്. കൂടാതെ സഹജീവികളെ എത്രമാത്രം മാനിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെയുള്ള ബ്രഹ്മപാദത്തെ ഉപാസിക്കുന്നവന് മാത്രമാണ് സ്വന്തം അധിഷ്ഠാനത്തിൽ എവിടെ പോയാലും നിലകൊള്ളുവാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ കാഴ്ച, കേൾവി, മനസ്സ് എന്നിവ പ്രാണനുമായിട്ട് അഭേദ്യ ബന്ധമുള്ളതാണ്. അവയെ നേർവഴിക്ക് വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി സ്വന്തം അധിഷ്ഠാനം കെട്ടിപ്പടുത്തുമെന്ന കാര്യത്തിൽ സംശയമേയില്ല.
ഇങ്ങനെ ആയതനത്തെ അറിഞ്ഞ് ഉപാസിച്ചും കൊണ്ട് സ്വാധിഷ്ഠാന ചക്രത്തിലെ 6 ഇതളുകളുള്ള താമരപ്പൂവിൽ 3 നയനങ്ങൾ വീതമുള്ള രമണീയമായിട്ടുള്ള 4 മുഖങ്ങളോടുകൂടെ ശൂലം മുതലായ ആയുധങ്ങളേന്തി മധുപ്രീതയായിട്ട് തൈരു ചേർത്ത അന്നത്തിൽ ശക്തയായിക്കൊണ്ട് മേധസ് എന്ന ധാതുവിൽ നിഷ്ഠയുള്ളവളായിട്ടാണ് കാകിനി ദേവി വർത്തിക്കുന്നത്. ആ ദേവിയുടെ കിങ്കിരിമാർ ആരൊക്കെയാണെന്നോ നമ്മൾ നേരത്തെ അക്ഷരവർഗ്ഗങ്ങളെ പറഞ്ഞിരുന്നില്ലേ? ആ അക്ഷരവർഗ്ഗങ്ങളുടെ അധിദേവതമാരാണ് അവർ. ബന്ദിനി, ഭദ്രകാളി, മഹാമായ, യശസ്വിനി, രക്ത, ലംബോഷ്ടി മുതലായ ദേവതമാരാണ്. 64 യോഗിനിമാരിൽ ഉൾപ്പെട്ടിട്ടുള്ളതും അഷ്ടയോഗിനിമാരിൽ പ്രാധാന്യമേറിയവളുമാണ് കാകിനി ദേവി. നാമത്തിൻ്റെ കഥയും രസകരമാണ്. ദേവി നെറ്റിയിലൊരു കുറിയൊക്കെ തൊട്ട് വന്നിട്ട് ഈ ദേവതാവൃന്ദങ്ങളാൽ പരിവൃതയായിക്കൊണ്ട് ഒരു യോഗിനിയായിട്ടാണ് കോലാപുരത്തിൽ പ്രവേശിക്കുന്നത്. വന്നപാടി ദേവി എന്താണെന്നറിയാമോ? സമൂഹ സേവകരായിട്ടുള്ള കാക്കകളെ ആദരിക്കലായിരുന്നു. ഓരോരോ കാക്കകളെയും പേരെടുത്ത് വിളിച്ച ദേവി അവയ്ക്ക് ഭക്ഷണമൂട്ടുകയും ചെയ്തു. നാമവിനയോട് അവസാനിപ്പിക്കുകയാണ്. നാമത്തിലെ ചിന്ത ആയതനം തന്നെയായിരിക്കണം. എങ്ങനെയുള്ള ആയതനമാണ്? ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടുള്ള ആയതനം. എങ്ങനെയാണ് ബ്രഹ്മത്തെ അറിയുവാൻ സാധിക്കുന്നത്? സഹജീവികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്രഹ്മത്തെ അറിയുവാൻ സാധിക്കുന്നത്. നമസ്കാര ശബ്ദം. ഓം കാകിനി രൂപധാരിണ്യേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി. ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ